ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിതാ ഒരു അടിപൊളി മസാല ബണ്ണാണ് കേട്ടോ റെഡിയാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്, നല്ല ടേസ്റ്റുമാണ്. മാത്രമല്ല വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബണ്ണ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മസാലയിൽ വ്യത്യാസങ്ങൾ വരുത്താനും പറ്റും. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ഈസ്റ്റാണ് ചേർക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ നമ്മുടെ ഈ ബണ്ണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വയ്ക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഈസ്റ്റാണെങ്കിൽ മാത്രമേ ഇങ്ങനെ പൊന്തി വരുള്ളൂ കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ പാല് അളന്ന അതേ കപ്പിൽ തന്നെ പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവാക്കി എടുക്കണം. നമ്മൾ ഈ കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ തോന്നും, എന്നാലും കുഴപ്പമില്ല. ഒട്ടും പൊടിയൊന്നും ചേർക്കരുത്. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് തോന്നുമെങ്കിലും പൊടി ചേർക്കാണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് നല്ല കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഇനി കയ്യിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മാവിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഇങ്ങനെ തടകിയിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറോളം മൂടി വയ്ക്കുക. ഇനി നമുക്ക് അപ്പോഴത്തേനും ഇതിനുള്ള മസാല റെഡിയാക്കാം. ഞാൻ ഇവിടെ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ഒന്ന് കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളി, സവാള, ഒരു 2 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ചിക്കൻ്റെ പീസ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടികളൊക്കെ ചേർക്കുന്നതിന് കൃത്യമായിട്ടൊരു അളവില്ല കേട്ടോ. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ ആ മസാലയുടെ അനുസരിച്ചാണ് നമ്മളിതിലേക്ക് പൊടി എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അതൊക്കെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം, പിന്നെ കുറച്ച് സോയാ സോസ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മസാല അങ്ങനെ റെഡിയായി. ഇപ്പോൾക്ക് നമ്മുടെ ബണ്ണിനുള്ള മാവ് നല്ല സ്മൂത്തായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ്. അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ, അതുപോലെ കുറച്ചെടുത്തിട്ട് കയ്യിലിട്ടൊന്ന് റോൾ ചെയ്തിട്ട് അതൊന്നിങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു 6 ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഒരു അരമണിക്കൂറോടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ ബണ്ണും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് ഓയിൽ ഇതുപോലെ തടയി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ ബണ്ണിൻ്റെയും സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അല്ലേ, അതെല്ലാം ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ ബണ്ണിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക.
അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ചീസാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. ചീസൊക്കെ എത്ര കൂടുതൽ വെക്കണം അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. തീ കൂട്ടോ കുറക്കോ ഒന്നും ചെയ്യരുത്. നമ്മൾ കറക്റ്റ് 15 മിനിറ്റ് ഒരേ ഫ്ലെയിമിൽ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള നല്ല മസാല ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ആ വീട് മുഴുവൻ നല്ല മണമാണ് കേട്ടോ. ആ മസാലയുടെയും ആ ബണ്ണിൻ്റെയൊക്കെ ഒരു ബേക്കറിയിൽ പോയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്. ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് അത് സക്സസ് ആകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങളും കൂടെ അനുഭവിച്ചറിയേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത ഒരു മസാല ബണ്ണാണ് ഇത്. അത് ഞാൻ പ്രോമിസ് ചെയ്യാണ്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയും വേണം. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ ബണ്ണ്. ഈ മഴയത്ത് നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബണ്ണാണ്. ഇനി നമ്മുടെ മസാലയ്ക്ക് ചിക്കന് പകരം മുട്ട പുഴുങ്ങിയത് ചേർക്കാം. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ പനീറും ചേർക്കാം. അപ്പോൾ മസാല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.